ബസ്സിന് പോകുമ്പോ കുട്ടികള് ഉമ്മാരെ തോണ്ടിയിട്ട് ഉമ്മ ഈ താത്താടെ മുഖം നോക്കി എന്ത് ഇങ്ങനെ ലൈക്ക് അവരുടെ ആക്ഷൻസ് ഒക്കെ ടൈപ്പ് അത്രേ പിമ്പിൾസ് എന്റെ സ്കിന്നിലുണ്ടായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഫുൾ വോയിസിൽ വീഡിയോ ചെയ്യുന്നത്. സോ അതിന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ലാസ്റ്റ് ഞാൻ എന്തെല്ലാം യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ ഏതൊക്കെ കൺസൾട്ട് ചെയ്ത്, ഡോക്ടർ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്നോട് ചോദിക്കാം. എന്താണ് കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ജീന. ആക്ച്വലി ലൈക്ക് ഐ എം എ ആക്നി സർവൈവർ ആണ്. എനിക്ക് എന്റെ 2026 എന്റെ സ്കിന്നിന് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആക്നി വന്നത്. ലൈക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത്രയും ലൈക്ക് ഞാൻ പെയിൻ കൊണ്ടാണെങ്കിലും ജഡ്ജ്മെന്റ്സ് കൊണ്ടാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ടൈമാണ് 2026 ഫസ്റ്റ് 3 months. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് വിചാരിച്ചു, എന്തിനാണ് വെറുതെ നമ്മൾ ബാക്കിയുള്ളവരെ വേർഡ്സ് കേട്ടിട്ട് വെറുതെ സങ്കടപ്പെടുന്നു. ലൈക്ക് ഞാൻ ഒരുപാട് മാസ്ക് ഇട്ടിട്ടൊക്കെ നടന്നിട്ടുണ്ട് കോളേജില്. ബസ്സിൽ പോകുമ്പോ ലൈക്ക് കണ്ടക്ടറിനോട് ചോദിക്കും, ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ കണ്ടക്ടറോട്. ബസ്സിൽ പോകുമ്പോൾ എന്താ മോളെ മുഖത്ത് ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല, നീ മരുന്ന് തേക്കലുണ്ടോ? ഇനി ഒതർ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ മുഖത്ത് വാരി തേച്ചത് ഇങ്ങനെ കുരു വരെ, അങ്ങനെ ചോദിക്കും. ഇനിയിപ്പോ ഇല്ലെങ്കിൽ ലൈക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ എവിടെ നിൽക്കുമ്പോ അവരുടെ ഉമ്മാക്ക് തോണ്ടി ഇങ്ങനെ കാണിച്ചെടുക്കും, ഈ താത്താടെ മുഖം നോക്കി, ഈ താത്താടെ മുഖം നോക്കി പറഞ്ഞിട്ട്. അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ സ്ട്രഗിൾസിന് പുറമെ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് എന്റെ സ്കിന്നിൽ ഇപ്പോ പിമ്പിൾസ് വല്ലപ്പോഴും ലൈക്ക് ഒരു പീരിയഡ്സിന്റെ ടൈം ആകുമ്പോൾ സ്കിന്നില് കുരു വരുന്നല്ലാണ്ട് ആക്നി മാർക്കായിട്ടില്ല, പക്ഷെ സ്കാർസ് ആയിട്ട് നല്ലോണം ഉണ്ട്. അപ്പൊ സ്കാർസിന് ഞാൻ കറന്റ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്ക് എങ്ങനെ എന്റെ സ്കിന്നിൽ ഇത്രയും പിമ്പിൾസ് വന്നു എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള ആൻസർ ആണ്, ലൈക്ക് ഒരു 10th വരെ ഒന്നും എന്റെ സ്കിന്നിന് ഒന്നുമില്ലായിരുന്നു. ലൈക്ക് പക്കാ ക്ലിയർ സ്കിന്ന്, ഓയിലി സ്കിന്നും ആണ്, നല്ല ഗ്ലോ ആയി നിൽക്കും. എന്നിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പറയും, എന്തടിപൊളിയാ സ്കിന്ന്, നല്ല ഗ്ലോ ആയി നിൽക്കണം. ആൻഡ് 10th കഴിഞ്ഞ് ലൈക്ക് 11th ആ ടൈം ആയപ്പോ ജസ്റ്റ് മേ ബി ഹോർമോണൽ ചേഞ്ചസ് ആവും. ലൈക്ക് ജെനറ്റിക്സ് ആയിട്ട് നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട്. ആക്നി ഉണ്ട്, ഇക്കാക്കായാലും ഉപ്പാക്കായാലും ഒക്കെ ആക്നി ഉണ്ടായിരുന്നു. സോ 15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ സ്കിന്നിൽ ആക്നി വരാൻ തുടങ്ങി. അത് പക്ഷെ വല്ലാണ്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് അവിടെയും ഇവിടെ. അതൊന്നും പിന്നെ അപ്പൊ ഡോക്ടറെ കാണിച്ചുമ്പോ അപ്പൊ പോകുന്നല്ലാണ്ട് പിന്നെ മരുന്ന് നിർത്തുമ്പോ വീണ്ടും പൊന്തി വരും. അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. അങ്ങനെ ലൈക്ക് ഒരു +2 ടൈം ആയപ്പോ എനിക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോ എന്താണ്, പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല, എന്നാലും ഒരു ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടായിരുന്നു. ആ ടൈമില് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പൊ ആ മരുന്ന് കുടിച്ചതിന്റെ എഫക്റ്റ് ആണോ അതോ ലൈക്ക് എനിക്ക് ഇനി ജനറ്റിക് ആയിട്ട് വന്നാൽ ലൈക്ക് ആ ടൈം ആയപ്പോ ഒന്നുകൂടെ കൂടിയതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ലൈക്ക് ഫംഗലാഗ്നി മാറ്റി നമ്മുടെ നെറ്റിമലും ഇവിടെയൊക്കെ വരാൻ തുടങ്ങി. അതും അതിന്റെ കൂടെ എന്താണ് കൊമിഡോസ്, ലൈക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡോക്ടറെ കാണിച്ചു. ബട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, വെറുതെ ഒരുപാട് പണം പോവാന്നല്ലാണ്ട്. ആൻഡ് ലാസ്റ്റ് ഞാൻ എന്താണ് കോഴിക്കോട് ഒരു ഡോക്ടറെ കാണിച്ചു. ലൈക്ക് ആൾറെഡി ഇൻഫ്ലുവൻസ ആണ്, അങ്ങനെ കണ്ട് ഞാൻ പോയതാണ്. അപ്പോ അവിടെ പോയപ്പോ ഹോസ്പിറ്റലിൽ നമുക്ക് പറയാൻ താല്പര്യമില്ല, ആളാരാന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ പോയപ്പോ എന്താണ് ഏകദേശം ഒരു 5-6 രൂപ കൊടുത്ത് എന്താണ് മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോ ലൈക്ക് സ്കിന്ന് മൊത്തം ഫുള്ള് ഇവിടെ മൊത്തം ബ്ലാക്ക് ഹെഡ്സ്, ഇവിടെ ലൈക്ക് ഞാൻ വീഡിയോ കൊടുക്കും, നിങ്ങൾ ഇത് കണ്ടു നോക്കി അപ്പൊ തന്നെ മനസ്സിലാവും, ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഫുള്ള് ബ്ലാക്ക് ഹെഡ്സ്. അത്രയും വൃത്തികേടായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല വൃത്തികേട് പറഞ്ഞാല് ലൈക്ക് കുഞ്ഞി ബംസ് ആയിട്ട് ഫുൾ ഈ സൈഡ് മൊത്തം നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, ഇവിടെയും ബ്ലാക്ക് ഹെഡ്സ്. ലാസ്റ്റ് അവിടെ എനിക്ക് ഫൈനൽ ഹോപ്പ് പോയി. പിന്നെ PCOD കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോ ഡോക്ടർ പറഞ്ഞു ലൈക്ക് ഇത്ര പിമ്പിൾ വരാൻ മാത്രം PCOD കാര്യങ്ങളൊന്നും എനിക്കില്ല, ബട്ട് ചെറിയൊരു അംശം ഉണ്ട്, ബട്ട് ഇത്ര ഇത് വരാൻ മാത്രം ഇതില്ല, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ എന്നെ കാണിച്ചോളൂ എന്ന് എന്നോട് എന്താണ് ഗൈനക്കോളജി പറഞ്ഞു. അങ്ങനെ എന്താണ് ഒരുപാട് ഡോക്ടേഴ്സിനെ തപ്പി. ലാസ്റ്റ് ലൈക്ക് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അവിടെ വീട് ഏകദേശം വീടിന്റെ അടുത്ത് തന്നെയാണ്, ഈ ഡോക്ടറിനെ കാണിച്ചു നോക്ക്, നല്ല ഡോക്ടറാണ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഇതുവരായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല, വേറെ ഏകദേശം എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്. എന്താണ് ആ ഡോക്ടറെ അടുത്തൊക്കെ പോയി. അപ്പൊ ആ ഡോക്ടറോട് ഞങ്ങൾ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് എന്താണ് സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആണ്, പുറത്തേക്ക് ഇറങ്ങിയാ അപ്പൊ സ്കിന്ന് ഫുള്ള് റെഡ് കളറോ 2 സൈഡും. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഫസ്റ്റ് കൺസൾട്ടേഷനിൽ എന്നോട് പറഞ്ഞു
ലൈക്ക് എന്താണ് PCODക്കുള്ള ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നല്ല ഡോക്ടറെ കാണിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് നല്ല ഓയിലി സ്കിൻ ആണ്. പിന്നെ എന്താണ് ഡാൻഡ്രഫ് നന്നായിട്ട് എന്റെ തലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഡാൻഡ്രഫിന്റെ തലേന്ന് ലൈക്ക് നന്നായിട്ട് ഞാൻ ആ ശ്രദ്ധിച്ച ടൈമിൽ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഷാമ്പും അതുപോലെ തന്നെ ഒരു ലോഷനും ആയിരുന്നു എനിക്ക് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഷാമ്പു പറഞ്ഞാൽ ഇതാ അങ്ങനെ എന്തോ സംതിങ് ആണ്. കെസിൽ SL ആൻഡ് ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ആക്ച്വലി ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലോഷന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കൺസൾട്ടേഷൻ ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക് പോലത്തെ ഒരു മരുന്ന്, ബെൻസൽ പെറോക്സൈഡ് അങ്ങനത്തെ സംഭവം എഴുതി തന്നു. ഒരു ഫേസ് വാഷ്, ലൈക്ക് ഫേസ് വാഷ് ഇതായിരുന്നു ലൂബ്രൈറ്റ്. ആക്ച്വലി ഇത് യൂസ് ചെയ്തപ്പോൾ എന്റെ ടാൻ എനിക്ക് കുറേ റിമൂവ് ആയിട്ട് കേട്ടോ. ഇത് എനിക്ക് ടാന് പോകാൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിരുന്നു. അങ്ങനെ അത് യൂസ് ചെയ്തപ്പോ എന്താണ് ഇതിന്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വൈറ്റ് ഹെഡ് ആയിട്ട് ലൈക്ക് വൈറ്റ് പിമ്പിൾസ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങോട്ടും കിടക്കാൻ കഴിയൂല, ഇങ്ങോട്ടും കിടക്കാൻ കഴിയൂല, നല്ല പെയിൻഫുൾ ആയിരുന്നു. പിന്നെ ഡോക്ടറോട് പറഞ്ഞു, ഇല്ല ഡോക്ടറെ ഇത് എന്തായാലും ഇനി കഴിയൂല, എനിക്കത് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു, ആ ഓക്കെ, നെക്സ്റ്റ് കൺസൾട്ടേഷനിൽ വായോ, നമുക്ക് വേറെ മെഡിസിൻ ആക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ലൈക്ക് സ്കിൻ അത്രയും സെൻസിറ്റീവ് ആയിട്ട് കിടക്കാണ്, അപ്പൊ എന്താണ് സ്കിന്നിലെ പീലിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ഡോക്ടർ എന്നോട് പറഞ്ഞ ലൈക്ക് ഒരു ഐസോട്രെറ്റിനോയിൻ പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ട്. സോ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതിന് ഇച്ചിരി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലൈക്ക് എല്ലാവർക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇനി അത് ട്രൈ ചെയ്യാൻ പറഞ്ഞ് എന്താണ് ഫസ്റ്റ് ഐസോട്രെറ്റിനോയിൻ എഴുതുന്നു. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐസോട്രെറ്റിനോയിൻ എനിക്ക് തോന്നിയത് എന്താണ് സോട്രെറ്റ് NF പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇത് എന്താണ് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കിട്ടൂല കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാനും പറ്റില്ല. ഞാൻ പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നാണ്. സോ ഫസ്റ്റ് എനിക്ക് 8 പിന്നെ 16 പിന്നെ 8 അങ്ങനെ 3 മാസം ഞാൻ ട്രൈ ചെയ്തു. ഇത് ഫസ്റ്റ് 2 മാസം എന്റെ സ്കിന്ന് പക്കാ പേജിങ് വന്നു. ലൈക്ക് ബ്ലാക്ക് ഹെഡ് മൊത്തം പിമ്പിൾസ് ആയിട്ട് പൊട്ടി 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 പോയി. പക്ഷെ എന്താണ് ഇപ്പൊ എനിക്ക് ബ്ലാക്ക് ഹെഡും കാര്യങ്ങളൊന്നും ഇല്ല, അത് പിമ്പിളായിട്ട് പോയി. സ്കിന്നിലെല്ലാം പ്രശ്നങ്ങളും തീർന്നു. എനിക്ക് ഈ സ്കാർസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ 2-3 ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് എന്താണെന്ന് പറയേണ്ടത് വെച്ചാല് ആക്നെ ആണ്, പെർമനന്റ് ആയിട്ട് നിൽക്കൂല, അത് പോകും. അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്താൽ മതി. അതുപോലെ തന്നെ പേഷ്യൻസ് വേണം. നമ്മൾ ആൾക്കാർ എന്ത് പറയണമെന്ന് മൈൻഡ് ചെയ്ത് വെറുതെ സ്ട്രെസ് ആയി പിന്നെ അടുത്ത സ്ട്രെസ്സിനുള്ള ആക്നെ വരും. അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് വിചാരിച്ചാല് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നല്ലൊരു സ്കിൻ കെയർ ലൈക്ക് ഓവറായിട്ട് ഒരു കണ്ടന്റും കൊടുക്കാണ്ട് നോർമൽ ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത് മാത്രം യൂസ് ചെയ്യുക. ആക്നെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കറന്റ് യൂസ് ചെയ്യുന്ന എന്താണ് പ്രൊഡക്ട്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോവുക. ആൻഡ് എവറിത്തിങ് വിൽ ബി ഫൈൻ, ഐ എം ഷുവർ. ലൈക്ക് എനിക്ക് 3 പിമ്പിൾ ഉണ്ടായിട്ട് എന്താ ഇന്റത് മാറില്ല, നിങ്ങളത് മാറും, ഷുവർ ആണ്. കുറച്ച് ടൈം എടുക്കും, അതുപോലെ തന്നെ പേഷ്യൻസ് വേണം, എന്നാൽ ഉറപ്പായിട്ട് മാറും. അപ്പോ എന്താണ് ഇത്രേ ഉള്ളൂ വീഡിയോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ എല്ലാവരും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ആക്നെ ജേർണിയുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. ബിക്കോസ് സ്കാർസിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാത്തിരിക്കുന്നവരുണ്ടെന്ന് അറിയാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ DMs വന്നിട്ടുണ്ടായിരുന്നു എന്ത് അപ്ഡേഷൻസ് ചോദിച്ചിട്ട്. അപ്പൊ എല്ലാവരും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിടാം. ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും എന്താണ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഓക്കെ, ബൈ.